ഇവിടെ സംസാരിക്കാനായിട്ട് ദൈവം എനിക്ക് നൽകിയ ഭാഗമാണ് ദേശത്തിന്റെ കാവൽക്കാരൻ. അങ്ങനൊരു സബ്ജക്റ്റ് നമുക്ക് പഠിക്കാനായിട്ട് കർത്താവ് സമയം ഒരുക്കിയിരിക്കുകയാണ്. ഈ ഒരു വിഷയം നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. നമ്മൾ അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വേദഭാഗം യെഹെസ്കേലിന്റെ പ്രവചനത്തിൽ നിന്നാണ്. അതിന്റെ രണ്ട് ഭാഗത്ത് 3-ാം അധ്യായത്തിലും 33-ാം അധ്യായത്തിലും പ്രധാനമായും കാവൽക്കാരെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. 33-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ അവിടെ കർത്താവ് തന്നെ യെഹെസ്കേലിനോട് പറയുന്ന ഒരു വേദഭാഗം. അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. ഈ കാവൽക്കാരൻ എന്ന വാക്ക് നമ്മളിപ്പോ കാവൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് എല്ലായിടത്തും നമുക്കൊത്തിരി ഗാർഡുണ്ട്. അതായത് നമ്മളിവിടുത്തെ ATM പോലും പലപ്പോഴും എന്നുണ്ട്, ഗാർഡുണ്ട്. നമ്മൾ ഒരുപക്ഷെ കാവൽക്കാരൻ എന്ന് പറയും, ഒരു വീടിന് കാവൽക്കാരൻ. കാവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് എന്താണ്? ഒരു വീടിന് കാവൽ നിൽക്കുന്ന ആള്, അല്ലെങ്കിൽ ഒരു ഓഫീസിന് കാവൽ നിൽക്കുന്ന ആള്, അതല്ലെങ്കിൽ ഒരു ബാങ്കിന് കാവൽ നിൽക്കുന്ന ആളെന്നൊക്കെ പെട്ടെന്ന് മനസ്സിൽ വരാൻ സാധ്യതയുണ്ട്, ഇല്ലേ? പക്ഷേ ഇവിടെ കാവൽക്കാരൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് മറ്റൊരർത്ഥത്തിലാണ്. അതായത് ഒരു പട്ടണത്തിന് അതിന്റെ ഗേറ്റിന്റെ അടുത്ത് പോയി കാവൽ നിൽക്കുന്ന വ്യക്തി എന്ന നിലയിലല്ല. പ്രത്യുത ഒരു പട്ടണത്തിന് ആ പട്ടണക്കാരെല്ലാവരും കൂടെ ഒരു വലിയ ഗോപുരം പണിയുന്നു. ഒരു വാച്ച് ടവർ എന്ന് നമ്മൾ കേൾക്കും, ഒരു വീക്ഷാഗോപുരം. യഹോവ സാക്ഷികളുടെ ഒരു പുസ്തകമുണ്ട്, വീക്ഷാഗോപുരം എന്ന് പറഞ്ഞാൽ. അതിന്റെ കാര്യമല്ല, അതൊന്നും ആരും വായിച്ച് ജീവിതം കളയണ്ട. ഞാൻ പറഞ്ഞത് വാച്ച് ടവർ എന്ന് പറയുന്ന ആ വാക്ക് ഇതുപോലെയുള്ള കാവൽ മാടങ്ങൾ, കാവൽ ഗോപുരത്തെ കുറിച്ച് പറയുന്നതാണ്. അത് ഒരു പട്ടണത്തിലെ ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പണിതിട്ട് അതിന്റെ മുകളിൽ ഒരാളെ അവർ ആക്കിയിരിക്കുന്നു. ആ വാച്ച് ടവറിൽ നിന്ന് നോക്കിയാൽ പട്ടണം മുഴുവൻ കാണാമെന്ന് മാത്രമല്ല, പട്ടണത്തിന് പുറത്ത്, ഒരു പട്ടണത്തിന്റെ മതിലിനപ്പുറത്തുള്ള കാഴ്ചകൾ കൂടെ കാണാവുന്ന രീതിയിലുള്ള ഒരു വീക്ഷാഗോപുരം. അവിടെ ഇരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വാളും പിടിച്ചോണ്ടിരിക്കുകയോ കുന്തം പിടിച്ചോണ്ടിരിക്കുകയോ പോരാടുകയോ ഒന്നും അല്ല അയാളുടെ ജോലി. അയാളുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ, ഈ പട്ടണത്തിന് വിരോധമായി ആരെങ്കിലും പട്ടണത്തെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ഉടനെ തന്നെ ഒരു കാഹളമൂതി ജനങ്ങൾക്ക് ബോധ്യം കൊടുക്കണം, ഇതാ വാൾ വരുന്നു, ആക്രമണം വരുന്നു. അങ്ങനെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്ന ഒരു വാച്ച് ടവർ, അല്ലെങ്കിൽ ഒരു വാച്ച്മാൻ. അപ്പോൾ ആ മുന്നറിയിപ്പ് കൊടുക്കുന്ന വ്യക്തി എന്ന നിലയിലാണ് ഇവിടെ കാവൽക്കാരൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അല്ലാതെ പട്ടണത്തിന്റെ മുമ്പില് സെൻട്രി ആയിട്ട് നിന്ന് ആരെങ്കിലും കൊള്ളക്കാർ വരികയാണെങ്കിൽ അവരെ വിരട്ടി ഓടിക്കാനോ തല്ലി ഓടിക്കാനോ വെടിവെച്ച് ഓടിക്കാനോ ഉള്ള ഒരാളല്ല, മുന്നറിയിപ്പ് കൊടുക്കുന്ന വ്യക്തി എന്ന നിലയിൽ. അതുകൊണ്ട് കർത്താവ് പറയുന്ന ഈ വേദഭാഗത്ത് ഞാൻ നിന്നെ മുന്നറിയിപ്പ് കൊടുക്കുന്ന വ്യക്തിയാക്കി വെച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്റെ ജനത്തിന് മുന്നറിയിപ്പ് കൊടുക്കുന്ന വ്യക്തിയാക്കി ഞാൻ നിന്നെ വെച്ചിരിക്കുന്നു. അതിന് നീ കാഹളമൂതുക എന്ന് പറയുന്നു. യെശയ്യാവിന്റെ പ്രവചനം 58-ാം അധ്യായത്തിന്റെ യെശയ്യാവിന്റെ പ്രവചനം 58-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ, ഉറക്ക വിളിക്ക, അടങ്ങിയിരിക്കരുത്, കാഹളം പോലെ നിന്റെ ശബ്ദമുയർത്തി എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കുക. അപ്പോൾ ഇവിടെ കാഹള ശബ്ദം പോലെ ഒരു കാവൽക്കാരൻ അവൻ പറയുന്ന അവന്റെ പ്രബോധനം എന്ന് പറയുന്നത് ശരിക്കും ഒരു ശത്രുവിന്റെ വാളിനെ കുറിച്ച് മാത്രമല്ല. മുന്നറിയിപ്പ് കൊടുക്കുന്നത് എപ്പോഴും ശത്രുവിന്റെ കാര്യത്തെക്കുറിച്ച് മാത്രമല്ല, പിന്നെ എന്തിനൂടെ പറയുന്നുണ്ട്? എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കുക. നോക്ക്, അപ്പോൾ മുന്നറിയിപ്പ് ആർക്ക് മാത്രമല്ല വേണ്ടത്? പുറത്തുള്ള ഒരു ആക്രമണത്തെക്കുറിച്ച് മാത്രമല്ല, പുറത്തുള്ളവർക്ക് കാഹളമൂതണം, അത് വേറെ കാര്യം. നമ്മളെക്കുറിച്ച് ദൈവം മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ സഭയ്ക്കുള്ളിലും, ഇവിടെ സഭയെക്കുറിച്ചാണ് പറയുന്നത്, അല്ലേ?
എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കുക. അപ്പോൾ ഇത് വിജാതീയരോടുള്ള ഒരു സുവിശേഷ പ്രവർത്തനത്തെ കുറിച്ച് മാത്രമല്ല. അതിനെ ഒരിക്കലും നമുക്ക് അവഗണിക്കാനായിട്ട് കഴിയുകയില്ല. പക്ഷെ അതിനെക്കുറിച്ച് മാത്രമല്ല. പ്രത്യേകത എന്താണ്? ഇസ്രായേൽ ജനത്തോട്, ദൈവസഭയോട്, അവർക്കും അവരുടെ ലംഘനങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഒരു കാവൽക്കാരന് ഉണ്ട്. ഇന്ന് നമ്മൾ ഇവിടെ ദൈവം നമ്മളെ കാവൽക്കാരാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലും ഉണ്ട്. അത് രണ്ടിനെ കുറിച്ച് ഞാൻ പറയാം. അതായത് പുറത്തുള്ളവരോട് അവരുടെ ലംഘനത്തെക്കുറിച്ച്, അവർക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് നമ്മൾ മുന്നറിയിപ്പ് കൊടുക്കണം. എന്നാൽ അതേപോലെ തന്നെ സഭയ്ക്കുള്ളിലുള്ള ലംഘനം ചെയ്യുന്ന വ്യക്തികളോട്, പാപം ചെയ്യുന്ന വ്യക്തികളോട്, അവരോട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മുന്നറിയിപ്പ് കൊടുക്കേണ്ടി വരും എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. യിരെമ്യായുടെ പ്രവചനം അതിന്റെ യിരെമ്യാവിന്റെ പ്രവചനം അതിന്റെ 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, 4-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ, യഹൂദയിൽ അറിയിച്ച് യെരൂശലേമിൽ പ്രസിദ്ധമാക്കി ദേശത്ത് കാഹളമൂതുവാൻ പറയുവിൻ, കൂടി വരുവിൻ, നമുക്ക് ഉറപ്പുള്ള പട്ടണങ്ങളിലേക്ക് പോകാം എന്ന് ഉറക്കെ വിളിച്ചു പറയുവിൻ. അപ്പൊ അവിടെ പറയുന്നത് ഒരു ഗാദറിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ മുന്നറിയിപ്പ്, കാവൽക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട്? മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. കാഹളമൂതുന്നത് മുന്നറിയിപ്പ് കൊടുക്കാനാകാം, കാഹളമൂതുന്നത് കൂട്ടിവരുത്താൻ വേണ്ടിയാകാം. ഗാദറിങ്, ആളുകളെ കൂട്ടിവരുത്താൻ വേണ്ടി, കൂട്ടി വന്ന് അവരൊരുമിച്ച് കൂടി വന്നിട്ട് ഒരു പക്ഷേ ആ സഭയോടുള്ള ഒരു ദൂത് പറയാനായിട്ട്, ഇസ്രായേൽ സഭയോട് സംസാരിക്കുമ്പോഴത്തേക്ക്, യോവേലിന്റെ പ്രവചനത്തിൽ ഇവിടെ പറയുന്ന അതാണ്. യിരെമ്യാവിന്റെ പ്രവചനം 4-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ, യഹൂദയിൽ അറിയിച്ച് യെരൂശലേമിൽ പ്രസിദ്ധമാക്കി ദേശത്ത് കാഹളമൂതുവാൻ പറവിൻ, കൂടി വരുവിൻ. ഗാദർ ചെയ്യണം. ചിലപ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ ഒറ്റയ്ക്കായിരിക്കത്തില്ല നമ്മളതിനെ നേരിടുന്നത്. ഒറ്റയ്ക്ക് നേരിടാൻ ഒരു പക്ഷെ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ഒരുമിച്ച് കൂടി വരേണ്ടതായ ആവശ്യമുണ്ടാകാം. ഇനി അത് തന്നെയല്ല, യോവേലിന്റെ പ്രവചനം വായിക്കുമ്പോൾ, യോവേലിന്റെ പ്രവചനം 2-ാം അധ്യായത്തില്, യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, സിയോനിൽ കാഹളമൂതുവിൻ, എന്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പിൻ, യഹോവയുടെ ദിവസം വരുന്നത് കൊണ്ട്, അത് അടുത്തിരിക്കുന്നത് കൊണ്ട് ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ. സിയോനിൽ കാഹളമൂതുവിൻ. സിയോനിൽ, ദൂരെയൊന്നുമല്ല, വിജാതിനിടയ്ക്കല്ല, എവിടെയാണ്? സിയോനിൽ. അപ്പൊ സഭയോടും ഇതുപോലെയുള്ള ദൂത് വരുന്നുണ്ട്. അതേപോലെ കാഹളം വർഷിപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ 81:81 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അമാവാസിയിലും നമ്മുടെ ഉത്സവദിനമായ പർണമാസിയിലും കാഹളമൂതുവിൻ. അപ്പോൾ യഹോവയ്ക്ക് കാഹളമൂതി ആരാധന നടത്തുന്നതിനെ കുറിച്ചും വേദപുസ്തകത്തില് ഉണ്ട്. അപ്പോൾ വാണിംഗ് എന്ന നിലയിൽ കാഹളമൂതുന്നുണ്ട്, ഗാദർ ചെയ്യാനായിട്ട്, എല്ലാവരും ഒരുമിച്ച് കൂടാനായിട്ട് കാഹളമൂതുന്നുണ്ട്, ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ കാഹളമൂതുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം വാണിംഗ് എന്ന നിലയിലുള്ള, അഥവാ നമ്മൾ ഇതിനെക്കുറിച്ചാണ് പറയുന്നതും പഠിക്കുന്നതും, കാവലാണ്. കാവൽക്കാർ, ഇല്ലേ? കാവൽ. അപ്പോൾ ഈ നമ്മളെ ദൈവം കാവൽക്കാരാക്കിയിരിക്കുകയാണ്, ജനങ്ങളുടെ കാവൽക്കാരാക്കിയിരിക്കുകയാണ്. ഇപ്പൊ കാവൽക്കാരാക്കിയിരിക്കുന്നു പറയുമ്പോഴത്തേക്കൊക്കെ ദൈവം എനിക്ക് വലിയൊരു പദവി തന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. നമുക്കുള്ള വലിയൊരു പ്രശ്നം ഇതാണ്, നമ്മൾ ഈ പദവികളെ കുറിച്ച് മാത്രമേ പലപ്പോഴും ആലോചിക്കുന്നുള്ളൂ. പക്ഷെ കാവൽക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഉത്തരവാദിത്വം കൂടെയാണ്. അത് ഇറ്റ്സ് എ ബിഗ് റെസ്പോൺസിബിലിറ്റി, ഭയങ്കര ഉത്തരവാദിത്വമാണ്. അവൻ എല്ലാത്തിന്റെയും മോളിൽ കയറി ഇരിക്കാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമായിരിക്കും. പക്ഷെ മോളിൽ കയറി അങ്ങ് ഇരിക്കാൻ അത്ര ഈസിയായ കാര്യമൊന്നുമല്ല. കാര്യം എപ്പോഴാ ഇരിക്കണ്ടേ? എപ്പോഴും ഇരിക്കണം. അത് രാത്രി മാത്രമല്ല, ചിലപ്പോൾ പകലും കൂടെ ഇരിക്കേണ്ടി വരും, ഇല്ലേ? എന്ന് തന്നെയല്ല, അവിടെ പോയി നമ്മൾ ഈ കാവൽമാടത്തിന്റെ നേരെ മുകളിൽ പോയി ഇരുന്നിട്ട് ഉറങ്ങാൻ പറ്റുമോ? അപ്പോൾ ഉറക്കം നഷ്ടപ്പെടാൻ പോകുകയാണ്. വലിയ ഉത്തരവാദിത്വം. ഉറക്കം നഷ്ടപ്പെടാതെ അവിടെ എല്ലാം കളിച്ചോണ്ടിരിക്കാനും പറ്റിയല്ല, കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടിരിക്കാനും പറ്റിയല്ല. എന്ത് ചെയ്യണം? ചുറ്റും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. കാര്യം ശത്രു പതുങ്ങി വരുന്നുണ്ടോ, വാൾ വരുന്നുണ്ടോ എന്നുള്ളത് ഇവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ഭയങ്കര അലേർട്ടായിരിക്കണം, രാപ്പകൽ ഉണർന്നിരിക്കണം. യെശയ്യാവിന്റെ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 21-ാം അധ്യായത്തില്, യെശയ്യാ പ്രവചനം
21 അധ്യായത്തിന്റെ 8 വാക്യം അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ സിംഹം പോലെ അലറി, കർത്താവെ, ഞാൻ പകൽ ഇടവിടാതെ കാവൽ നിൽക്കുന്നു, രാത്രി മുഴുവനും ഞാൻ കാവൽ കാത്തുകൊണ്ടിരുന്നു. നമുക്ക് കാവൽക്കാരന്റെ ഒരു പ്രത്യേകത പറയാണ്. എന്താണ്? അവൻ പകൽ മുഴുവൻ കാവൽ നിൽക്കുന്നു, രാത്രി മുഴുവൻ ഞാൻ കാവൽ കാത്തുകൊണ്ടിരുന്നു. അവന് ചില സമയത്തൊക്കെ രാത്രിയും പകലും ഇല്ലാതെ അവൻ എന്ത് ചെയ്താലേ പറ്റുള്ളൂ? കാവൽ നിന്നേ പറ്റുള്ളൂ. അപ്പോൾ വലിയൊരു ഉത്തരവാദിത്തമാണെന്ന് തന്നെയല്ല, അവന്റെ സ്വകാര്യതകൾ മുഴുവൻ വാസ്തവം പറഞ്ഞാൽ നശിക്കുകയാണ്. അവന് പിന്നെ ഒരു സ്വകാര്യ ജീവിതമില്ല. ഈ വാച്ച്മാന്റെ പ്രത്യേകത എന്താ? അവന് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ല. അവന് ചിലപ്പോൾ കല്യാണത്തിന് പോകാൻ പറ്റിയില്ലെന്നിരിക്കും. ബിക്കോസ് ഹി ഈസ് ഓൾവേസ് ഓൺ ഡ്യൂട്ടി. അപ്പോ ഒരു ദൈവം നമ്മളെ കാവൽക്കാരാക്കുന്ന പറയുമ്പോഴത്തേക്ക് കർത്താവ് എന്നെ കാവൽക്കാരനാക്കിയിരിക്കുകയാണ് എന്നൊക്കെ പറയാൻ എളുപ്പമാണെങ്കിലും അത് ലൈഫ് സാക്രിഫൈസ് ചെയ്താൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് വലിയൊരു സാക്രിഫൈസ് വേണ്ടി വരും. നമ്മുടെ ആഘോഷങ്ങളൊക്കെ തീർന്നു, നമ്മളുടെ കാഴ്ചകളൊക്കെ വാസ്തവം പറഞ്ഞാൽ തീർന്നു, നമ്മളുടെ എല്ലാ ലൗകികമായ സുഖങ്ങളും ഒരു പരിധിവരെ തീർന്നു. ഈ കാവൽ നിൽക്കുന്ന കാവൽപ്പുരയുടെ നേരെ താഴെ ഒരു ഉത്സവം നടക്കുകയാണെന്ന് വെച്ചോ. ഇവൻ ഇറങ്ങി ഉത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം ഇവന്റെ മേൽ വലിയ ഒരു ഉത്തരവാദിത്വം വന്നു കിടക്കുകയാണ്. കാരണം അവിടെ നിന്ന് താഴെ എല്ലാരും ചെണ്ടമേളവും മൃദംഗവും ഒക്കെ വായിച്ചോണ്ട് വലിയ ആട്ടും പാട്ടും ഒക്കെ നടക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇവനൂടെ ചെന്ന് മദ്ദളം വായിക്കാൻ അന്നേരം പറ്റില്ല. ഇവൻ മദ്ദളം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ വാളിഞ്ഞ് വരും. അതുകൊണ്ട് കാവൽക്കാരനാക്കുക എന്ന് പറയുമ്പോൾ വലിയ ഉത്തരവാദിത്വമാണ് ദൈവം നമ്മളെ ഫലമേൽപ്പിക്കുന്നത് എന്ന് തന്നെയല്ല, ഈ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ നമ്മുടെ സ്വകാര്യതകൾ മുഴുവൻ ഇല്ലാതെയായി പോകുകയാണ്. ലൗകികമായ സുഖങ്ങൾ പലതും ഇവന് നിഷേധിക്കേണ്ടി വരുന്നു. അവന്റെ ഇഷ്ടങ്ങൾക്ക് വിലയില്ലാതെ വരുന്നു. അല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അവന്റെ ഇഷ്ടങ്ങൾക്കൊന്നും വിലയില്ല. ഇന്ന് ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോൾ എല്ലാവരും സുഖങ്ങളുടെ പുറകെ പോകുന്നത്, സുഖിക്കാനാ പോകുന്നത്. അതാണ് മനുഷ്യന്റെ മനസ്സിലെ ചിന്തയും. യേശുവിനെ വിളിച്ചാൽ എന്തൊക്കെ സുഖങ്ങൾ കിട്ടുമെന്നുള്ളതാണ്. പക്ഷേ യേശുവിനോട് അടുക്കുമ്പോഴറിയാം ഈ സുഖമെല്ലാം അവൻ എടുത്തു കളയുകയാണെന്നുള്ളത്. എല്ലാം ലാഭമാണെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് എല്ലാം നഷ്ടമാകുന്നത്. ഇല്ലേ? അങ്ങനൊരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് ആരും ഒട്ട് പഠിപ്പിക്കത്തുമില്ല. എല്ലാവരും പറയുന്നത് നീ യേശുവിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണെന്ന്. പക്ഷേ ദൈവം എങ്ങാനും നമ്മളെ കാവൽക്കാരായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ എല്ലാ സുഖവും തീർന്നു. കാര്യം നമ്മുടെ മനസ്സ് മുഴുവൻ പിന്നെ ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താ? ഈ ജനതയ്ക്കെതിരെ വരുന്ന എല്ലാ ദുരന്തങ്ങൾക്കും ആ സമയത്തെല്ലാം നമുക്ക് എന്ത് ചെയ്യണം? അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെയുള്ള ഒരു വലിയ ഉത്തരവാദിത്വത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. നമ്മുടെ വേദഭാഗം വീണ്ടും വരുമ്പോഴത്തേക്ക് യെഹെസ്കേലിന്റെ പ്രവചനം 33 അധ്യായം അത് തുടങ്ങുന്നത് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് 33 1 വാക്യത്തിൽ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ നിന്റെ സ്വജാതിക്കാരോട് പ്രവചിച്ചു പറയേണ്ടത്, ഞാനൊരു ദേശത്തിന്റെ നേരെ വാൾ വരുത്തുമ്പോൾ ആ ദേശത്തിലെ ജനം തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പുരുഷനെ തെരഞ്ഞെടുത്ത് കാവൽക്കാരനായി വെച്ചാൽ. നോക്ക്, ദേശത്തിലെ ജനം ഒരു കാവൽക്കാരനെ തെരഞ്ഞെടുക്കുകയാണ്. അപ്പൊ ദേശക്കാർക്ക് തോന്നി എന്താ? വാള് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടൊരു കാവൽ ആവശ്യമുണ്ടെന്ന് ദേശക്കാർക്ക് തോന്നി. ഈ ദേശക്കാർ കുറെ നല്ല ആൾക്കാരായതുകൊണ്ട് അവർക്ക് അങ്ങനെ അത്രയുമെങ്കിലും തോന്നിയത്. കാരണം എപ്പോഴും ഒരു വാൾ വരാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കാനെങ്കിലും അവർക്ക് കഴിഞ്ഞല്ലോ. അതുകൊണ്ടാണല്ലോ അവർ തന്നെ എന്ത് ചെയ്യുന്നത്? ഒരു കാവൽക്കാരനെ തെരഞ്ഞെടുത്ത് വെക്കുന്നത്. അവർക്ക് അത്രയും ബോധമുണ്ട്. പക്ഷേ ഇന്ന് സ്വാഭാവികമായും നമ്മുടെ ജനങ്ങൾക്കൊന്നും അങ്ങനെ ഒരു ബോധം പോലും ഇല്ല. അതായത് നമ്മുടെ ആളുകൾ ഭയങ്കര സില്ലിയാണ്, ഭയങ്കര സിമ്പിളായിട്ടാ കാര്യങ്ങളെ കാണുന്നത്. ഒരു ആത്മീക കാര്യങ്ങളിലൊക്കെ എന്തില്ല? ഒരു സീരിയസ്നെസ് ഇല്ല. അതുകൊണ്ട് തന്നെ എന്റെ ആത്മീക അപകടങ്ങൾക്ക് മുന്നറിയിപ്പ് തരാൻ ഒരു കാവൽക്കാരൻ വേണമെന്നൊന്നും ആർക്കും ഇന്ന് വരെ തോന്നുന്നില്ല. അതൊരു വലിയ പ്രശ്നമാണ്. പക്ഷെ ഈ ജനങ്ങളുടെ പ്രത്യേകത, ഈ ജനങ്ങൾ അവർക്കൊരു കാവൽ ആവശ്യമാണെന്നും, ഇതൊരു ആത്മീകമായിട്ട് വേണം എടുക്കാൻ കേട്ടോ, ഇതൊരു സ്പിരിച്വലായിട്ട് നമ്മൾ എടുക്കണം. കാര്യം ഇതൊരു ആത്മീക കാര്യമാണ്. ആത്മീക കാര്യങ്ങളെക്കുറിച്ച് അപകടത്തിന്റെ സാധ്യത കണ്ടിട്ട്
ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിവില്ലെന്നും ഞങ്ങളെ വാൺ ചെയ്യുന്ന ഒരാൾ വേണമെന്നും ഇവർക്ക് തോന്നിയില്ലേ? അല്ലേ? അതുകൊണ്ടാണല്ലോ ദേശത്തിലെ ആളുകൾ തന്നെ എന്ത് ചെയ്യുന്നത്? ഒരു കാവൽക്കാരനെ ആക്കുന്നത് ജനം തെരഞ്ഞെടുക്കുന്നതായ ഒരു കാവൽക്കാരൻ. ഈ ജനം ഒരു കാവൽക്കാരനെ തെരഞ്ഞെടുക്കണമെങ്കിൽ ആരെയെങ്കിലും പിടിച്ച് കാവലാക്കാൻ പറ്റുമോ? നമ്മൾ ചിലപ്പോൾ പറയുമല്ലോ, കള്ളനെ കാവലേൽപ്പിച്ചെന്ന് പറയുമല്ലോ, ഇല്ലേ? അപ്പോൾ എന്റെ ആത്മീക കാര്യങ്ങൾ ഇനി നമ്മൾ കുറെ കൂടെ അതിന്റെ ആ കോറിലേക്ക് കയറുക. ഇനി സ്പിരിച്വലായിട്ട് ഇത്രയും നേരം ഞാൻ കാവലെന്ന് പറഞ്ഞാൽ എന്താ, മറ്റേതാ, അതാണ്, ഇതാണ്, മറ്റേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് മറ്റൊന്നിനുമല്ല, ആ ഒരു പിക്ചർ നമ്മുടെ മനസ്സിൽ വരാൻ വേണ്ടിയാണ്. എന്ത് കാവൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഗേറ്റിന്റെ മുമ്പിൽ പാറാവ് നിൽക്കുന്ന കാവൽക്കാരൻ ആരും ചിന്തിച്ചേക്കരുത്. അല്ലെങ്കിൽ പിന്നെ നമുക്കുള്ള പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാവൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാവൽക്കാരൻ എന്നുള്ള ചിന്ത അതല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? വാച്ച് ടവറിന് മുകളിൽ ജനത്തിന് നേരെ വാൾ വരുന്നത് കണ്ട് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്ന ഒരു കാവൽക്കാരൻ എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കണം. ആ ഒരു പിക്ചർ വേണം ഇപ്പൊ മനസ്സിൽ വരാൻ. അല്ലാതെ തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളെ ഇനി ആരും കാവൽക്കാരൻ എന്ന് പറയുമ്പോൾ വേദപുസ്തകത്തിലെ കാര്യത്തിൽ ചിന്തിക്കരുത്. പിന്നെ ഇത് പട്ടണത്തിന് കാവൽ നിൽക്കുന്ന കാര്യമാണ് നമ്മൾ പഠിച്ചതെങ്കിലും പട്ടണത്തിന് കാവൽ നിൽക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഇവിടെ പറയുന്നത് എന്താണ്? ഇതൊരു ആത്മീക പാഠമാണ്. കർത്താവ് പറയാണ് ആത്മീകമായ, മറ്റേതൊക്കെ ആരെങ്കിലും കഴിവുള്ള കപ്പാസിറ്റി ഉള്ള ആളുകളെ ആക്കിയാൽ മതി, ഇല്ലേ? ഇപ്പൊ ഇതൊക്കെ നോക്കാനും പിടിക്കാനും ഒക്കെ ഇന്ന് ഇഷ്ടംപോലെ മെഷീൻസ് ഉണ്ട്, റഡാറുണ്ട്, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതൊക്കെ അവരുടെ കാര്യങ്ങൾ വെച്ച് നോക്കിക്കോട്ടെ. പക്ഷേ ഒരു ആത്മീക മുന്നറിയിപ്പ് നൽകുവാൻ ഒരാളെ ജനം തിരഞ്ഞെടുക്കണമെങ്കിൽ അവൻ എങ്ങനെയുള്ളവനായിരിക്കണം? ആത്മീക കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിവുള്ള ആള് ആയിരിക്കണം. രാജനിതാ വരുവാറായി. സിയോനേ നീ ഉണർന്നെഴുന്നേൽക്കുക, ശാലേം രാജനിതാ വരുവാറായി. ശീലഗുണമുള്ള സ്നേഹസ്വരൂപൻ ആകാശമേഘത്തിൽ എഴുന്നള്ളി വരുമേ. ശീലഗുണമുള്ള സ്നേഹസ്വരൂപൻ ആകാശമേഘത്തിൽ എഴുന്നള്ളി വരുമേ. സിയോനേ നീ ഉണർന്നെഴുന്നേൽക്കുക, ശാലേം രാജനിതാ വരുവാറായി. കാലങ്ങൾ അണഞ്ഞണഞ്ഞു പോയി, കൂരിരുൾ നാടുകൾ അടുത്തടുത്തേ. പകലുള്ള കാലങ്ങൾ അണഞ്ഞണഞ്ഞു പോയി, കൂരിരുൾ നാടുകൾ അടുത്തടുത്തേ. ചടുതിയ ജീവിതം പുതുക്കി നിന്നിടുക, ഉടലോടെ പ്രിയനെ എതിരേൽപ്പാൻ പോകാം. ചടുതിയ ജീവിതം പുതുക്കി നിന്നിടുക, ഉടലോടെ പ്രിയനെ എതിരേൽക്കാൻ പോകാം. സിയോനേ നീ ഉണർന്നെഴുന്നേൽക്കുക, ശാലേം രാജനിതാ വരും.